അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് മത്തി കൊണ്ടൊരു നാടൻ റെസിപ്പി ഉണ്ടാക്കിയാലോ. ഇന്ന് വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴാണ് വൈകുന്നേരം എന്താ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് ആമസോണിലെ 15 മിനിറ്റ്സ് ഡെലിവറി ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഓഫർ ഉണ്ടെന്ന് ഓർത്തത്. എന്നാൽ പിന്നെ അത് കയറി തപ്പിപ്പിടിച്ച് നോക്കിയപ്പോൾ നമുക്ക് മത്തി കണ്ടു. പെട്ടെന്ന് ഓർഡർ ചെയ്തു. പക്ഷേ കൈ കിട്ടിയപ്പോഴത്തേക്കും കുഞ്ഞും മത്തിയായിപ്പോയി കേട്ടോ. എന്നാൽ പിന്നെ അത് കണ്ടപ്പോൾ നമ്മുടെ ഇക്കാക്കൊരാഗ്രഹം, എന്നാൽ പിന്നെ നമുക്ക് നാടൻ നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ കപ്പയും പുഴുങ്ങി നല്ല മത്തി വെച്ചിട്ട് തോരൻ ഉണ്ടാക്കിയാലോ. പിന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് മത്തിയും നമ്മുടെ സവാള, എൻ്റെ കയ്യിൽ കുഞ്ഞുള്ളി ഇല്ലായിരുന്നു, ചെറിയ ഉള്ളി അതിന് കുറച്ചുകൂടെ ടേസ്റ്റ്. ഒരു സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അതിനകത്ത് നമ്മുടെ അരപ്പിൽ തേങ്ങ, നമ്മുടെ സാധാ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു മുളക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മുടെ കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പിഴിപുളിയില്ലേ, അത് നമുക്ക് കുറച്ച് ആവശ്യത്തിന് മാത്രം എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ പിഴിപുളി സാധാരണ ഇങ്ങനെ ഒരു 2 മന്തൊക്കെ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. അത് പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവേ. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് ചെറിയ തീയിട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരല്പം വെള്ളം കൂടെ അതൊന്ന് വെന്തൊന്ന് അതിനെ എല്ലാം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊരു കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് ജസ്റ്റ് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കണ്ട, ജസ്റ്റ് ഒരു നമ്മൾ കാരണം മീൻ പൊടിഞ്ഞു പോവും, അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി വീണ്ടും ഒന്ന് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ട് അതുണ്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മത്തിത്തോരൻ. സിമ്പിളായിട്ടുള്ള മത്തിത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നല്ല ആവി പറക്കുന്ന നമ്മുടെ കപ്പയുടെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ നാട്ടിലുണ്ടായിരിക്കുമ്പോഴത്തേക്കും കൂടക്കേടെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.